പിറന്ന മണ്ണിലൂടെ അന്ത്യയാത്ര. വി എസിനെ കാണാൻ ജനസഹസ്രം. 24 മണിക്കൂർ നീണ്ട വിലാപയാത്രയ്ക്ക് ശേഷം ഉച്ചയോടെ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലെത്തിച്ച വി എസിൻ്റെ മൃതദേഹം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചു. ഇവിടെയും ജനങ്ങളുടെ നീണ്ട നിരയാണ് വി എസിനായി കാത്തുനിൽക്കുന്നത്. പാർട്ടി കേന്ദ്ര നേതാക്കളും വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഓഫീസിലെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ K ബാലകൃഷ്ണൻ, U വാസുകി, വിജു കൃഷ്ണൻ, A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, CS സുജാത, ഡോക്ടർ തോമസ് ഐസക്, KK ശൈലജ, പുത്തലത്ത് ദിനേശൻ, എളമരം കരീം, K രാധാകൃഷ്ണൻ MP, P രാജീവ്, KN ബാലഗോപാൽ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ, മുതിർന്ന CPIM നേതാവ് വൈക്കം വിശ്വൻ, മന്ത്രിമാരായ VN വാസവൻ, K കൃഷ്ണൻകുട്ടി, P പ്രസാദ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ, അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, NK പ്രേമചന്ദ്രൻ, BJP നേതാവ് K സുരേന്ദ്രൻ, MLAമാർ, വിവിധ സംഘടനാ നേതാക്കൾ, സാമൂഹ്യ നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ഓഫീസിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മാറ്റി. രാവിലെ 7ഓടെയാണ് വി എസിൻ്റെ വിലാപയാത്ര ജന്മനാടായ ആലപ്പുഴയിലേക്ക് വിലാപയാത്ര പ്രവേശിച്ചത്. ചൊവ്വ ഉച്ചയ്ക്ക് 2ഓടെ തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്ര ആരംഭിച്ചെങ്കിലും രാത്രി വൈകി 1ഓടെയാണ് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കാനായത്. നിശ്ചയിച്ചിരുന്നതിലും ഏറെ അധികം ഇടങ്ങളിൽ പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വാഹനം നിർത്തി. കനത്ത മഴയെ അവഗണിച്ച് പാതിരാവിലും കുട്ടികളും വയോധികരും അടക്കമുള്ള ജനാവലി വി എസിനായി വഴിയരികിൽ കാത്തുനിന്നിരുന്നു. ചെങ്കൊടിയുയർത്തി മുദ്രാവാക്യങ്ങളുമായി ജനങ്ങളുടെ നീണ്ട നിരയാണ് കൊല്ലത്തും ആലപ്പുഴയിലും വി എസിനായി കാത്തുനിന്നത്. വി എസിനെ കാണാനായി ഏറെ ദൂരെ നിന്ന് വന്നവരും ഉണ്ടായിരുന്നു.